സുസുക്കിയുടെ V-Stormന്റെ പുതിയൊരു മോഡൽ സൈക്കിൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. V-Storm 160 ആണ്. പക്ഷേ ഈ ഒരു മോഡൽ ഇന്ത്യയിലല്ല, കൊളംബിയയിലാണ് ഇപ്പോൾ ലോഞ്ച് നടന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ ഒരു ബൈക്കിന് എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സുസുക്കിയുടെ സെയിൽസ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 2 വീലേഴ്സിനൊക്കെ ഭയങ്കര സെയിൽസ് ഡ്രോപ്പാണ്. ഒരു സമയത്ത് കുറച്ചങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുള്ളത് V-Storm ഇറങ്ങിയതിന് ശേഷമാണ്. V-Storm 250 ഇറങ്ങിയ സമയത്താണ്. ആ ഒരു മോഡൽ ഇറങ്ങിയ സമയത്ത് കുറച്ചൊക്കെ സെയിൽസ് ഉണ്ടായിരുന്നു. എന്നാൽ ജിക്സറിന്റെ ഒക്കെ അവസ്ഥ ഭയങ്കര ഷോക്കാണ്. ജിക്സർ 150ക്കും 250ക്കും സെയിൽസ് വളരെ കുറവാണ്. 250 ഒക്കെ നല്ല ബൈക്കാണെങ്കിലും ആരും അങ്ങനെ വാങ്ങാറില്ല. പിന്നെ പുതുതായിട്ട് അങ്ങനെ പുതിയ ബൈക്കും അവർ സുസുക്കി ഇന്ത്യയിൽ കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ കൊളംബിയയിൽ അവരൊരു പുതിയൊരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. V-Stormന്റെ 160 ബൈക്കാണ് അവർ ലോഞ്ച് ചെയ്തത്. ഇന്ത്യക്കാർക്ക് V-Storm കേൾക്കുമ്പോൾ V-Storm SS 250 ഓർമ്മ വരും. പിന്നെ അതുകൂടാണ്ട് V-Stormന്റെ ബിഗ് ബി മോഡലൊക്കെ ഉണ്ട്. ഡിസൈൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ V-Stormന്റെ അതേ ഡിസൈൻ ആണെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും. വണ്ടിക്ക് ഫ്രണ്ടിൽ ടെലിസ്കോപ്പ് ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ളി LED ലൈറ്റ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും ടെയിൽ സെക്ഷനും LED ആണ്. പിന്നെ വണ്ടിക്ക് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഡിജിറ്റൽ മീറ്റർ കൺസോളും കൊടുത്തിട്ടുണ്ട്. 795 mm ആണ് വണ്ടിയുടെ സീറ്റ് ആയിട്ട് വരുന്നത്. അതിന്റെ ടാങ്ക് റേഞ്ച് ഒക്കെ 13 ലിറ്റർ ആണ്. വെയിറ്റ് നോക്കുവാണെങ്കിൽ 148 kg ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബൈക്കിന് ഒരു അഡ്വഞ്ചർ DNA ഉണ്ടെങ്കിലും ഇതൊരു പക്ക അഡ്വഞ്ചർ ബൈക്കായിട്ടല്ല കൊളംബിയയിൽ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. ഒരു കമ്മ്യൂട്ടിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ബൈക്കും കൂടിയാണ്. വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വളരെ കുറവാണ്. 160 mm ആണ്. അപ്പോൾ ഒരു ഓഫ് റോഡ് ബൈക്കിന് ഏറ്റവും വേണ്ടുന്ന കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അതിലൊന്നും അവർ കാര്യമായിട്ടുള്ള ഫോക്കസ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 160cc SOC എയർ കൂൾ എഞ്ചിനാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. 160cc എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ജിക്സറിലൊന്നും ഉപയോഗിച്ചിട്ടുള്ള സെയിം എഞ്ചിൻ അല്ല. ഇത് കൊളംബിയയിലായതുകൊണ്ട് തന്നെ വേറെ എഞ്ചിനാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു എഞ്ചിനിലെ മാക്സിമം പവർ 14.7 bhp ആണ്. മാക്സിമം ടോർക്ക് 14 Nm ആണ്. ചെറിയൊരു പവർ ഔട്ട്പുട്ടൊക്കെയുള്ള ചെറിയൊരു അഡ്വഞ്ചർ മോഡലാണ് ഒരു V-Storm 160. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ചെറിയൊരു സെഗ്മെന്റിൽ ഒരു കമ്മ്യൂട്ടിങ്ങിനും ചെറിയ അഡ്വഞ്ചറിനൊക്കെ പറ്റിയുള്ള ബൈക്കാണിത്. ഇനി ഈ ഒരു V-Storm 160 ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്നുള്ള ചാൻസ് നോക്കാം. ഈ ഒരു ബൈക്ക് എന്തായാലും ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഇല്ല. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 200cc ബൈക്കാണ്, 200cc അഡ്വഞ്ചർ ബൈക്കാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു 150cc അഡ്വഞ്ചർ ബൈക്ക് ഒരിക്കലും ഇന്ത്യയിൽ ക്ലിക്ക് ആവില്ല. ഇന്ത്യയിലെ കൊണ്ടുവന്നാൽ എന്തായാലും ജിക്സറിൻ്റെ എഞ്ചിനായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ജിക്സറിൻ്റെ എഞ്ചിൻ വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു ബൈക്ക് മുമ്പോട്ട് പോകില്ല, അതൊരിക്കലും സക്സസ് ആവില്ല. അതുകൊണ്ട് ഈ ഒരു 160cc അഡ്വഞ്ചർ സെഗ്മെന്റ് ഒരിക്കലും ഇന്ത്യയിലേക്ക് സുസുക്കി കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ജിക്സറിനൊക്കെ നല്ല സെയിൽസ് ഉണ്ടെങ്കിൽ അവരെന്തായാലും ഒരു പരീക്ഷണം നടത്തിയേനെ. ഇപ്പോൾ ജിക്സറിന് സെയിൽസില്ല, V-Stormന് സെയിൽസ് ഒക്കെ കുറഞ്ഞു.